Hello, good morning. Good morning, everybody. Welcome to yet another live session from Tiju Academy. And this is Varsha here with you to have a discussion on the topic related to speaking. We'll be having a role play card discussion. Hello, everybody. Good morning. Good morning, all. Yes, so let's wait for a couple of minutes. People are joining, then we'll just move on to the session. So I really hope that you people are practicing and also you're doing, you're making effort from your side. So for today, we are going to have a discussion on a role play card where the setting given here is a clinic. So ഇന്നത്തെ നമ്മുടെ റോൾ പ്ലേ കാർഡ് ഡിസ്കഷനിൽ നമ്മുടെ സെറ്റിംഗ് എന്താണ് ക്ലിനിക്കാണ്. സോ വിൽ ബി ഹാവിങ് എ ഡിസ്കഷൻ ഓൺ ദ സെയിം. യെസ്, ഗുഡ് മോർണിംഗ് എവറിബഡി. ഗുഡ് മോർണിംഗ് ഓൾ. So I'm happy that you people are joining. Okay. Yes, good morning everybody. Hi. Okay, so for the time being, let people join. So we are going to have a discussion on a role play card where the setting given here is a, yes, good morning, is a clinic. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ജസ്റ്റ് ഒരു സെറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് എന്താണ് ഒരു കേസ് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു ഗോ ത്രൂ ദി സിനാരിയോ ഓൾസോ, അല്ലേ? സെറ്റിംഗ് മാത്രം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു കേസ് ഡിസൈഡ് ചെയ്യരുത്. വി ഹാവ് ഓൾറെഡി മീഡ് എ ഡിസ്കഷൻ ഓൺ ദ സെയിം, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ സിനാരിയോയും കൂടി പ്രോപ്പർലി വായിക്കുന്നു. സോ ആസ് ടു ഗെറ്റ് എൻ ഐഡിയ റിഗാർഡിംഗ് വാട്ട് സോർട്ട് ഓഫ് എ കേസ് ഇസ് ദിസ് ഓർ ഇൻ വിച്ച് കാറ്റഗറി ദിസ് പർട്ടിക്കുലർ കേസ് ഫാൾസ് ഇൻ ടു. ഹലോ, ഗുഡ് മോർണിംഗ്. Hi Ansi, good morning. Hello guys, good morning everybody. Yes, hi Anjani. Hello Anugraha, I'm doing good. How are you? Hi Liji. Hi, yes Barney. So let's have a discussion. So let's carry on with our discussion. People have been joining. Let them join. ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ തന്നെ സെറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് എന്ത് കൈൻഡ് ഓഫ് കേസ് ആണെന്നുള്ളത് നമുക്കൊരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ആസ് യു പീപ്പിൾ ആർ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് എ റോൾ പ്ലേ കാർഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ക്യാൻ യു ജസ്റ്റ് ടെൽ മീ വാട്ട് ആർ ദ 3 പാർട്സ്? ഹായ് ഏഞ്ചൽ, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ വാട്ട് ആർ ദ 3 പാർട്സ് ഓഫ് എ റോൾ പ്ലേ കാർഡ്? നമ്മളൊരു റോൾ പ്ലേ കാർഡ് നോക്കുമ്പോഴത്തേക്കൊന്നും കാണുന്ന 3 പാർട്സ് എന്തൊക്കെയാണ്? സോ എ റോൾ പ്ലേ കാർഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ് അല്ലെങ്കിൽ 3 സെക്ഷൻസ്. എന്തൊക്കെയാണത്? കെൻ യു പീപ്പിൾ കമൻറ്റ് ഡൗൺ? A role play card is divided into 3 parts എന്ന് നമുക്ക് പറയാം. എന്തൊക്കെയാണെന്ന് അറിയോ? Can you please comment down? Hello, good morning Siji. എന്തൊക്കെയാണ് ഒരു റോൾ പ്ലേ കാർഡിലുള്ളത്? നമ്മൾ റോൾ പ്ലേ കാർഡ് നോക്കുമ്പോഴത്തേക്കൊന്നും കാണുന്ന 3 ഡിഫറെൻറ്റ് തിങ്സ്. വാട്ട് ആർ ദ 3 ഡിഫറെൻറ്റ് തിങ്സ് ഓർ 3 ഡിഫറെൻറ്റ് പാർട്സ് ദാറ്റ് യു ഹാവ് ഇൻ എ റോൾ പ്ലേ കാർഡ്? എന്തൊക്കെയാണ്? നമ്മൾ ആദ്യമേ തന്നെ ആദ്യത്തെ കാര്യം കണ്ടു, സെറ്റിംഗ്, അല്ലേ? ഫസ്റ്റ് തിങ് വുഡ് ബി സെറ്റിംഗ്. സോ ആഫ്റ്റർ ദാറ്റ് തൊട്ട് താഴെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്കില്ലേ? വെരി ഗുഡ് അനുഗ്രഹ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, സെറ്റിംഗ് ആൻഡ് ടാസ്ക്. പ്രോപ്പർ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓർ സിനാരിയോ എന്ന് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വുഡ് ബി ടാസ്ക്. വെരി ഗുഡ് സിജി. ഓക്കെ, യെസ്, ഗുഡ്. സോ ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് നമ്മുടെ സിനാരിയോയിലേക്കാണ്. എന്താണ് ഈ പർട്ടിക്കുലർ കേസിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് തരുന്നത്, അല്ലേ? ഗീവ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് പർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ് ഓർ വാട്ട് ഈസ് ദിസ് റോൾ പ്ലേ കാർഡ് ഓൾ അബൌട്ട് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ അഗൈൻ, സെറ്റിംഗ് ഈസ് ഗിവൻ. It's a clinic and it is mentioned that a 25-year-old patient with itchy eyes has come to seek solution for the problem. അപ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദി, ആരോടാണ്? വിത്ത് ദ പേഷ്യൻറ്റ്. യെസ് ബർണി, യെസ് അനു, താങ്ക് യു ഫോർ ദാറ്റ്. Okay, yes, so we are going to have a conversation with the patient, 25-year-old patient. And എന്താണ് പേഷ്യൻ്റിനുള്ള ഇഷ്യൂ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? So it is mentioned here that the person is having some sort of a problem. And what exactly is the problem? ഇച്ചി ഐസ് ആണ് ആളുടെ പ്രോബ്ലം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് കം ടു അസ് ടു സീക്ക് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി സൊല്യൂഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻറ്റ് ആൻഡ് ക്ലീൻ ദി ഐസ് വിത്ത് എ മൈൽഡ് saline solution. There is crusting of the eyelids and lashes. You suspect conjunctivitis. ക്ലിയർ ആയോ?
അപ്പോൾ നമുക്കൊരു ബ്രീഫ്, ഒരു ക്ലിയർ കട്ട് ഐഡിയ, ബ്രീഫ് എന്ന് ഞാൻ പറയുന്നില്ല, ക്ലിയർ കട്ട് ഐഡിയ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? 25-year-old പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. The person is having itchy eyes. പിന്നെ പറഞ്ഞിട്ടുണ്ട് യു ഹാവ് എക്സാമിൻഡ് ദി പേഷ്യൻറ്റ്, ക്ലീൻ ദി ഐസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്രസ്റ്റിംഗ് ഓഫ് ദി ഐലിഡ്സ് ആൻഡ് ലാഷസ്. നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത്. സോ കെൻ യു ജസ്റ്റ് ടെൽ മീ ഇൻ ടു വിച്ച് ഫോം ഓഫ് കാറ്റഗറി ദിസ് പർട്ടിക്കുലർ കേസ് ഫോൾസ് ഇൻ ടു? ഇതെന്ത് കേസാണെന്നുള്ളതൊന്ന് പറയാമോ? വെരി ഗുഡ് അനുഗ്രഹ. ജസ്റ്റ് എക്സാമിൻഡ് കേസാണ്, നോ നീഡ് ഫോർ ഇൻട്രൊഡക്ഷൻ, ഒരു നോൺ കേസാണ്. ഗുഡ് അനുഗ്രഹ. നല്ല ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. യെസ്, റെസ്റ്റ് ഓഫ് ദി പീപ്പിൾ, കെൻ യു പീപ്പിൾ കമൻറ്റ് ഡൗൺ? ഇത് എന്ത് കൈൻഡ് ഓഫ് കേസാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഒന്ന് പറയോ? യെസ് ജിഷ, യെസ് അനു, ഇറ്റ്സ് എ ജസ്റ്റ് എക്സാമിൻഡ് കേസ് ഓർ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള. നമ്മൾ വേറൊരു പേര് പറയുന്നത് എന്താണ്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ജസ്റ്റിഫൈ ദ ടൈറ്റിൽ വിതൗട്ട് ഇൻട്രൊഡക്ഷൻ കേസാണ് ഈ പോണത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25-year-old പേഷ്യൻ്റ് ആണ്, ഇച്ചി ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പേഴ്സൺ ഈസ് ഹാവിങ് ഇച്ചി ഐസ് ആൻഡ് യു ഹാവ് ജസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻറ്റ്, ക്ലീൻഡ് ദി ഐസ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് എക്സാമിനേഷൻ ആസ് വെൽ ആസ് ക്ലീൻഡ് ദി ഐസ്, ഈ രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ. യെസ്, ആൻഡ് ഇവിടുത്തെ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്തായി? ക്ലിയറായി. ഈ കേസ് എന്താണ്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. അത് നമുക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു നെയിം ഏതാണ്? ജസ്റ്റ് എക്സാമിൻഡ് കേസ്, എക്സാമിനേഷൻ കഴിഞ്ഞ കേസ്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വിൽ ബി ഡൂയിങ്? ഒരു കേസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വിൽ ബി ഡൂയിങ് ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദിസ് കേസ്? യെസ്, ഫസ്റ്റ് തിങ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ ടൈമിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വായിച്ചു, നമുക്കിത് മനസ്സിലായി. അപ്പോൾ ആദ്യമേ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? നിങ്ങൾ എന്താണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്? ക്യാൻ യു കമൻറ്റ് ഡൗൺ? ഒരു കേസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കാർഡ് അനാലിസിസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ? കാർഡ് അനലൈസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആർ യു പീപ്പിൾ വിത്ത് മീ സോ ഫാർ? സോ വിൽ ബി ആസ്കിങ് ദി പേഷ്യൻ്റ് നെയിം. എന്തുകൊണ്ടാണ്? കാരണം ഓൾറെഡി നമ്മൾ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞു. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ ആണ്, പേഷ്യൻറ്റിനെ നമുക്കറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പേഷ്യൻറ്റ്, യെസ്, ഗുഡ് ജിഷ, യെസ്, വെരി ഗുഡ് Ansi, and also Anugraha has commented down. How may I address you during the conversation? Yes, or during the role play. Very good. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷനിൽ നമ്മുടെ പേഷ്യൻ്റ് നെയിം ജെയിംസ് ആണ് കേട്ടോ. So everybody, when you are making the role play, presenting along with me, do address the patient as James. നമ്മുടെ പേഷ്യൻ്റ് നെയിം എന്താണ്? ജെയിംസ് എന്നാണ്. ഓക്കെ ആണല്ലോ? എന്തുകൊണ്ടാണ് നമ്മൾ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യൻ്റ് നെയിം ചോദിക്കുന്നത്? ബിക്കോസ് വി ഹാവ് ഓൾറെഡി എക്സാമിൻഡ്, കഴിഞ്ഞു, എക്സാമിൻഡ് ദി പേഷ്യൻ്റ്, എക്സാമിനേഷൻ കഴിഞ്ഞു. മനസ്സിലായോ? ഈ കേസ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത്. ഇവിടെ എക്സാമിനേഷൻ ഓൾറെഡി എന്തായി? കംപ്ലീറ്റഡ് ആയി. എക്സാമിനേഷൻ ഹാസ് ബീൻ ഡൺ, ഹാഡ് ബീൻ ക്യാരീഡ് ഔട്ട്. എക്സാമിനേഷൻ ഹാഡ് ബീൻ ഡൺ. മോർ ഓവർ യു ഹാവ് ക്ലീൻഡ് ദി ഐസ്. നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ ക്ലീനും കൂടി ചെയ്തു കൊടുത്തു. ക്ലീൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. സോ ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഓൾറെഡി ഡൺ. സോ ദാറ്റ് നമ്മൾ ഈ കേസിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? പേഷ്യൻ്റ് നെയിം ചോദിക്കുന്നു പ്രിപ്പറേഷൻ ടൈമിൽ. ആൻഡ് വാട്ട് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ ഇൻട്രോ എങ്ങനെയായിരിക്കും പോവുക? ഫസ്റ്റ് തിങ് നമ്മൾ എന്താ പറയാൻ പോണേ? നമ്മൾ ഓൾറെഡി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് ഈ കേസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? ഹൗ വിൽ യു സ്റ്റാർട്ട് ദ കേസ്? യെസ്, എനി സജഷൻസ് ഫ്രം യുവർ സൈഡ്? ഒരു ജസ്റ്റ് എക്സാമിൻ്റെ കേസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസിൻ്റെ ഇൻട്രോ എങ്ങനെയാണ് പോകേണ്ടത്? Yes, good morning, Jia. Good morning. Yes, Jisha has commented down. Thank you for allowing me to examine James. Very good. Based on my examination, I can see that. Good. Very good. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? Thank you for allowing me to examine you. Very good. Amita has also commented down. So, we will be thanking the person for allowing us to perform the examination. Clear alle? So, at first, we are going to do this thing. We are going to acknowledge the person for allowing us to carry out the examination on that person. So, we will be thanking the person. നമ്മൾ എന്ത് പറയുന്നു? Thank you for allowing എന്ന് പറഞ്ഞിട്ടാണ്. Thank you for allowing
me to examine you. Allowing me to examine you. Okay ആണല്ലോ? Yes, thank you for allowing me to examine you. Based on, yes, very good, Princey has also, yes, Anu has also commented. Along with that, നമുക്ക് ഒരു കാര്യം കൂടി പറയാം. എക്സാമിനേഷൻ മാത്രമാണോ നമ്മൾ ചെയ്തത്? വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ക്ലീൻഡ് ദി ഐസ്, അല്ലേ? നമുക്ക് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്തൂടെ? സിനാരിയോ പാർട്ടിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം യു വിൽ ബി ആസ്കിങ് പേഷ്യൻ്റ് നെയിം. ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ ടൈം ഓഫ് റോൾ പ്ലേ? ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? Thank you for allowing me to examine you, James. So I have cleaned the eyes with a mild saline solution. I noticed crusting of the eyelids and lashes. You don't need to worry. We'll be carrying out with the rest of the thing. എന്ന് പറയാം. അവിടെ തന്നെ ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ ഐ സസ്പെക്റ്റ് പറയരുത്. നമ്മളിപ്പോൾ എക്സാമിനേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് തിങ് എന്തായിരിക്കും? ഹിസ്റ്ററി കളക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? ആ ഹിസ്റ്ററി കളക്ഷനും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. നമ്മുടെ സപ്പോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡയഗ്നോസിസ്, അല്ലെങ്കിൽ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് നമ്മൾ അതിന് ശേഷമേ പറയാവൂ. ഓക്കെ, യെസ് അനുമോൾ, ദാറ്റ്സ് ഗുഡ്. എക്സാമിനേഷൻ ചെയ്തു എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താ? വിൽ ബി താങ്കിങ് ദ പേഴ്സൺ. അലോങ് വിത്ത് ദാറ്റ് വേറെ ഒരു കാര്യം ക്ലീനും കൂടി ചെയ്തുകൊണ്ട് തന്നെ വിൽ ബി ഇൻക്ലൂഡിങ് ദാറ്റ് ഓൾസോ. Okay, thank you for allowing me to examine you, James. Well, I have cleaned the eyes with a mild saline solution and I noticed crusting of the eyelids and lashes. You don't need to worry because you are of the right facility. എന്നും കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ സസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം മെൻഷൻ ചെയ്യേണ്ട. ബിക്കോസ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു കൺക്ലൂഷനിലേക്ക് എത്തില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഹിസ്റ്ററി കളക്ഷൻ. സോ ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ദ ഫസ്റ്റ് ടാസ്ക്, നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്താണ്? ആസ് മെൻഷൻഡ് ഡെഫിനറ്റ്ലി ഹിസ്റ്ററി കളക്ഷൻ ആണ്. ഫൈൻഡ് ഔട്ട് ആണ് നമ്മുടെ ആദ്യത്തെ കീവേഡ്. ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദി ഐ പ്രോബ്ലം. ഐ പ്രോബ്ലമിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാൻ പോവാണ്? ചോദിക്കാൻ പോവാണ്. സോ വാട്ട് ആർ ദി ഇൻഫർമേഷൻ ദാറ്റ് യു വിൽ ബി കളക്ടിങ് ഫ്രം ദ പേഷ്യൻ്റ് സൈഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡയറക്റ്റ്ലി അങ്ങ് so when did the problem started, അല്ലെങ്കിൽ can you just tell me the onset എന്നങ്ങ് പറഞ്ഞു പോവാണ്ട് it would be better if you could just give an idea that you're going to carry out the history, അല്ലെങ്കിൽ ഹിസ്റ്ററി ചോദിക്കാൻ പോവാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ it would be much more better. So my humble suggestion is, before collecting or before proceeding with the history collection, give an indication to the person that you're going to ask history, or you're going to ask some questions to the person. Okay, so how do we do that? So as to get much more clarity in your present condition, can I ask some more questions? Can I ask some questions? എന്ന് ചോദിക്കാം. Okay, അല്ലെങ്കിൽ before proceeding further, can I ask some questions to you about the eye problem? എന്തിനെ പറ്റിയിട്ടാണ്? ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. about the eye problem. In order to get a clear picture of your condition, can I ask some questions? Very good, Animal. So we will be asking certain questions. എന്തൊക്കെയാണ്? Just like I mentioned, complex questions are not appreciable. അപ്പോൾ കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിൽ കൂടുതൽ ഐഡിയ കൺവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഓൺസെറ്റും ഡ്യൂറേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അത് ചോദിക്കരുത്, ഒന്നിച്ച് ചോദിക്കരുത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ എപ്പോഴും ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ചോദിക്കുന്നു? If you don't mind, would you allow me to ask few questions to you? Would you allow me to ask few questions about your eye problem? എന്ന് പറയാം സിജി. Before proceeding further, for my better understanding, can I ask? Yes, very good, Jisha. Okay, so this is how we will be carrying out. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കുന്നു? ആദ്യമേ ഓൺസെറ്റ്. ഓൺസെറ്റിനെ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ് എന്നും ചോദിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. How long you have been experiencing this problem? അല്ലെങ്കിൽ could you please tell me the onset of this problem? Well, may I know the duration of the problem? I mean, ഈ ഒരു ഡിഫിക്കൽട്ടി പേഷ്യൻറ്റ് ഫേസ് ചെയ്യുന്നത് അത് ഇൻറ്റർമിറ്റൻ്റ് ആണോ, അല്ലെങ്കിൽ അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണോ എന്നുള്ളതാണ് ഡ്യൂറേഷനിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? രണ്ടും ഒന്നല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗ ഓഫൺ എന്നുള്ളതാണ് ആ ഡ്യൂറേഷനിലുള്ളത് വരുന്നത്. സോ ഓൺസെറ്റിൽ അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്, സെയിം മീനിങ് ആണ് അല്ല. എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇപ്പോൾ ഈ പ്രോബ്ലം എത്രത്തോളം ആളെ എന്താണ് ഡ്യൂറേഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണ്? ദ പേഴ്സൺ ഇൻറ്റർമീറ്റൻ്റ് ആണോ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ദ പ്രോബ്ലം, ദ ഇഷ്യൂ വിത്ത് ഓഫ് ദ പേഴ്സൺ. ഓക്കെ, before proceeding further, I would like to ask a few questions regarding your eye problem. Okay, further we proceed. I would ask some questions regarding your eye problem. Yes. When did you start eye problem? Okay, Robin, അത് കുറച്ചും കൂടി നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്യാം. നമ്മളെങ്ങനെ ചോദിക്കുന്നു?
when did the problem started എന്ന് ചോദിക്കാം. when did the problem started. when you start എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ഐഡിയ കൺവേ ആവുന്നുണ്ട്. when did the problem started എന്നാകാം. how often you're getting the eye infection. okay, so first thing എന്താണ്, could you please tell me the onset of the problem, അല്ലെങ്കിൽ how long have you been experiencing the problem. Second thing, duration. Could you please tell me the duration of the problem. അതങ്ങനെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം, അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഐഡിയ is pretty much clear. It might be confusing to us, but the idea is pretty much clear. What is the next thing? Any discharge. So did you notice any discharge, അല്ലെങ്കിൽ do you have any discharge coming out of the eye എന്ന് ചോദിക്കാം. okay, so what is the next thing? Level of severity or discomfort. Would you mind telling me the level of severity or the discomfort that you're having at present? അപ്പോൾ അവിടെയും അവർ പറയുന്നത് എന്തായിരിക്കും, അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത് അതായിരിക്കും ജോട്ട് ഡൗൺ ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഐ ഹാവ് ഇറിറ്റേഷൻ, ഇറ്റ്സ് പ്രിറ്റി ഡിഫിക്കൽട്ട് ഫോർ മീ, ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ് മീ എന്നുള്ളൊരു പ്രോബ്ലം ആയിരിക്കും പേഷ്യൻ്റ് അവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ വി ആർ കളക്ടിങ് ഹിസ്റ്ററി ഫ്രം ദ പേഷ്യൻറ്റ്. സോ ബിഫോർ പ്രൊസീഡിങ്, വി അറ്റ് ഫസ്റ്റ് വിൽ ബി ജസ്റ്റ് ആസ്കിങ് ദ പേഴ്സൺ, വിൽ ബി letting the person know that we are going to carry out with the history part. So as to get much more clarity about the present condition, can I ask some questions to you? Okay, so how long have you been experiencing this problem? Okay, could you please tell me the duration of this eye problem? Okay, then did you notice any discharge coming out of your eyes? Well, would you mind telling me the level of severity or discomfort that you're experiencing? okay, so thank you for sharing all these informations with me എന്നായിരിക്കണം നമ്മൾ നെക്സ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? വി ആർ താങ്കിങ് ദ പേഴ്സൺ ഫോർ ആൻസറിങ് ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ അക്നോളജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ആൻസറിങ് എന്ന് നമുക്കവിടെ മെൻഷൻ ചെയ്യാം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മളോട് അത്രയും ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്തതിന് നമ്മൾ ആ പേഴ്സണെ എന്ത് ചെയ്യുന്നു? താങ്ക് ചെയ്യുന്നു. സൂൺ ആഫ്റ്റർ ദാറ്റ് അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാം. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ആണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. okay, so based on the examination and the history നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. മനസ്സിലായോ? ഇതിനെ രണ്ടും കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. based on the examination and the history, അല്ലെന്നുണ്ടെങ്കിൽ from the history that you provided me, I suspect എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഡയറക്റ്റ്ലി കയറിയിട്ട് അപ്പോൾ മുകളിൽ തന്നെ സസ്പെക്റ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി കൺഫ്യൂസിങ്. അപ്പോൾ നമ്മൾ യൂഷ്വലി അങ്ങ് പറയും, അപ്പോൾ ഐ സസ്പെക്ട് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോപ്പർ ഫോമാറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുന്നു. താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻസ്. സോ ബേസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ ആൻഡ് ദ ഹിസ്റ്ററി, ഐ ക്യാൻ ടെൽ യു ദാറ്റ് ഐ സസ്പെക്ട് ദിസ് തിങ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ ആവുന്നുണ്ടോ? അപ്പോൾ എക്സാമിനേഷൻ ആൻഡ് ഹിസ്റ്ററിയിൽ നിന്നാണ് ഇത് രണ്ടും കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ബേസിസിലാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ഇതെന്താണ്? അപ്പോൾ ഞാൻ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. okay, did you notice any discharge? okay, how often you're getting this eye infection? Then thank you for sharing information. very good. okay, Christina, just examine cases introduction required ആണോ? no dear, the examination is not required. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ I've already mentioned, because examination is carried out. examined എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പേഷ്യൻറ്റിനെ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇമാജിൻ ഇപ്പോൾ ഞാൻ ക്രിസ്റ്റീനയുടെ അടുത്ത് വന്നു, അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ എന്നെ എക്സാമിൻ ചെയ്യുവാണോ? അല്ല. അപ്പോൾ ക്രിസ്റ്റീന എന്ത് ചെയ്യും? അതിന് മുന്നേ ക്രിസ്റ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിനുശേഷം എൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, അല്ലേ? ഇതിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്? വിത്ത് പെർമിഷൻ ഓൺലി, നമ്മൾ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യുന്നത്. കെൻ ഐ എക്സാമിൻ യു എന്ന് പറയുന്നത്. സോ അവിടം വരെ ഇറ്റ്സ് ഡൺ, അത് ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ടൈറ്റിലിനെ നമ്മൾ എന്തും കൂടി പറയുന്നത്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ എന്നും കൂടി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ക്രിസ്റ്റീന? അപ്പോൾ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പേരിൻ്റെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത്? എക്സാമിനേഷൻ കഴിഞ്ഞു, ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഒന്ന് ആലോചിച്ചേ. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പോകുന്നത്. ദിസ് ഇസ് എ വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസ്. വി ഹവ് ഓൾറെഡി മെറ്റ് ദ പേഷ്യൻറ്റ് ബിഫോർ ആൻഡ് യു ഹാവ് എക്സാമിൻഡ് ദ പേഷ്യൻറ്റ്, യു ഹാവ് ക്ലീൻഡ് ദി ഐസ് ഓഫ് ദ പേഷ്യൻറ്റ് ഓൾസോ. സോ യു ഡോണ്ട് നീഡ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ക്രിസ്റ്റീന. ഓക്കെ ആണോ? കൈൻഡ്ലി ലെറ്റ് മീ നോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സസ്പെക്റ്റ് ചെയ്തു. ഇതാണ് പേഷ്യൻ്റെ പ്രോബ്ലം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സസ്പെക്റ്റ് ചെയ്ത് പറയുവാണ് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് പേഷ്യൻ്റെ പ്രോബ്ലം. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദി
ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. യെസ്, സോ നമ്മുടെ സെക്കൻഡ് ടാസ്കിലേക്ക് നമ്മൾ പോവുകയാണ്. ദ സെക്കൻഡ് ടാസ്ക് ഇസ് ഗീവ് കൺജങ്ക്റ്റിവൈറ്റിസ് ആസ് ലൈക്ലി കോസ്. അപ്പോൾ ഇവിടുന്ന് ഒരു ക്ലാരിറ്റിയും കൂടെ കിട്ടിയത് കണ്ടോ, നമ്മൾ ആദ്യമേ തന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രം ദി എക്സാമിനേഷൻ ആൻഡ് ദ ഹിസ്റ്ററി ഐ കെൻ സേ ദാറ്റ് കൺജങ്ക്റ്റിവൈറ്റിസ് ആസ് ദി ലൈക്ലി കോസ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ പ്രോപ്പർലി അത് ആ ബോക്സിലേക്ക് വന്ന് വീണ കണ്ടോ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് ആപ്റ്റായിട്ട് വന്നത് കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ പോകുന്നതാണ് മച്ച് മോർ ബെറ്റർ rather than going the other way. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. അതിനുശേഷം നമ്മൾ എന്താണ് പറയുന്നത്, ഒരു എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുകയാണ് എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്നുള്ള കാര്യം. ഓക്കെ, സോ ഫ്രം ദി ഹിസ്റ്ററി ആൻഡ് ദി എക്സാമിനേഷൻ ഐ കെൻ ടെൽ യു ജെയിംസ് ദ ലൈക്ലി കോസസ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഡോണ്ട് ബി അഫ്രൈഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ നെയിം. I'll be giving you much more information on the same. So it is a common non-traumatic eye complaint which causes irritation, discharge, and the possible causes might be virus, bacteria, and allergy. Clear ആയോ? ഓക്കെ ആണോ? അവിടെ അതിനുശേഷം നമ്മൾ എന്ത് ചോദിക്കുന്നു, അവർക്ക് ആ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. എപ്പോഴാണെങ്കിലും ഇപ്പോൾ ഞാനിവിടെ ചെയ്തൊരു കാര്യം എന്താ, ഒരു മെഡിക്കൽ ടേം, എപ്പോഴാണെങ്കിലും നിങ്ങളൊരു മെഡിക്കൽ ടേം പറയുവാണ്, നിങ്ങളുടെ ഡയഗ്നോസിസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ഡയഗ്നോസിസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓൾവേസ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് നമ്മൾ അവരെ ഒന്ന് എന്ത് ചെയ്തു, ബി വിത്ത് ദം. just like I mentioned, always look for the target audience. Who is your target audience? അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെയാണെങ്കിൽ കൂടിയും നമ്മൾ പറയുകയാണ് കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മെഡിക്കൽ ടേം. ദ പേഴ്സൺ വോണ്ട് ബി ഹാവിങ് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദ പേഴ്സൺ വിൽ ബി ഹാവിങ് എ നോളജ് അബൌട്ട് ദ സെയിം. സോ വാട്ട് വി ക്യാൻ ഡു ഹിയർ ഇസ് ബി വിത്ത് ദ പേഴ്സൺ. നമുക്ക് എന്ത് പറയാം, അയ്യോ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു, ഡോണ്ട് ബി അഫ്രൈഡ് ആഫ്റ്റർ ഹിയറിംഗ് ഡോണ്ട് ഗെറ്റ് ഫ്രൈറ്റൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ദി നെയിം ഓർ ഹിയറിംഗ് ദ ടേം conjunctivitis. I'll explain what exactly it is. So it is a common non-traumatic eye complaint which leads to irritation, discharge, and the possible causes are virus, bacteria, and allergy. Am I clear to you, James? എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ is it clear to you, James? എന്ന് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ അല്ലേ? I really hope that you people are with me. I'm not getting any sort of responses. I believe that you people are with me. So we are moving on to the task number 3. It is, നമ്മുടെ കീ വേർഡ് ഏതാണ്, റീഅഷ്യോർ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ റീഅഷ്യോർ ചെയ്യുവാണ് അബൌട്ട് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി വീണ്ടും ഫർദർ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻറ്റിനോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അവരോട് കൺഫേം ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിനുള്ളൊരു കൺസേൺ എന്തുമായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും അല്ലേ. ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് കൺജങ്ക്റ്റിവൈറ്റിസ്? ഡോണ്ട് വറി, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. യെസ് അനുഗ്രഹ, ദാറ്റ്സ് ഗുഡ്. ആൻഡ് വി ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇനി നമ്മൾ എന്താണ് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി കൺസേൺ ജെയിംസ്? അപ്പോഴാണ് ജെയിംസ് പറയുന്നത്, ഐ എം ഗെറ്റിംഗ് ടു മച്ച് വറീഡ് അബൌട്ട് ദിസ് തിങ് നഴ്സ്, ഐ എം റിയലി ആൻഷ്യസ്. സോ ഇസ് ഇറ്റ് ഗോയിങ് ടു അഫക്റ്റ് മൈ വിഷൻ എന്നുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺ ആണ് പേഷ്യൻ്റ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനിയും പറയാൻ പോകുന്നത്. അവിടെ നമ്മളൊരു സൊല്യൂഷൻ ഓഫർ ചെയ്യുവാണ്. അപ്പോൾ റീഅഷ്യോറിങ് അബൌട്ട് കൺജങ്ക്റ്റിവൈറ്റിസ്, റീഅഷ്യോർ എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, യൂസ് അപ്രോപ്രിയേറ്റ് റീഅഷ്യോറൻസ് ഫ്രേസ് ദേ. Okay, you don't need to worry about anything, James, because you are at the best facility and we will be providing you the best treatment from our side. You don't need to worry about it, so just relax. എന്നുള്ളൊരു റീഅഷ്യോറൻസ്, ഏതെങ്കിലും സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ളൊരു റീഅഷ്യോറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ യൂസ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് we are going to tell the person that, let me tell you more about conjunctivitis. So it can be treated effectively and there will be no adverse effect on vision. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോബ്ലത്തിന് ഇഫക്റ്റീവ്ലി ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദേ വിൽ ബി നോ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ യുവർ വിഷൻ. നിങ്ങളുടെ വിഷനിൽ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കവിടെ മെൻഷൻ ചെയ്യാം. യെസ്, ഐ ക്യാൻ റിയലി സെൻസ് യുവർ ഇമോഷൻസ് ജെയിംസ്, ബട്ട് ഡോണ്ട് വറി, യു ആർ ഇൻ എ റൈറ്റ് പ്ലേസ്. വെരി ഗുഡ് ജിഷ, വെരി ഗുഡ്. ഓക്കെ, ദെൻ വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു ടാസ്കിൽ ഇതാണ് നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ബുള്ളറ്റ് പോയിന്റിൽ റീഅഷ്യോർ എന്ന് പറഞ്ഞിട്ടൊരു വേർഡുമുണ്ട്. അതുപോലെ തന്നെ അടുത്ത കീവേഡ് നിങ്ങൾ നോട്ടീസ് ചെയ്തോ, അഡ്വൈസ് പേഷ്യൻ്റ് ടു വിസിറ്റ് ഡോക്ടർ. അലൈൻമെൻറ്റ് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്, നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ ആണ്. അഡ്വൈസ് പേഷ്യൻ്റ് ടു വിസിറ്റ് ഡോക്ടർ.
എപ്പോഴാണ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വൈസ് കൊടുക്കുകയാണ് നമ്മൾ പേഷ്യൻറ്റിന്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബുള്ളറ്റ് പോയിൻറ്റിൻ്റെ നേരെ ആയിരിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ പേഷ്യൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, വിഷനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ലാരിറ്റി സീക്ക് ചെയ്യേണ്ടേ. ഡിഡ് യു ഗെറ്റ് മൈ പോയിൻറ്റ്? അത് നമുക്ക് അവരോട് ചോദിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു കണക്ടർ യൂസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ഓൺ ചെയ്യാം. Moreover, I can advise you to visit the doctor for the confirmation of diagnosis and prescribe need for antibiotics. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൺഫേംഡ് ഡയഗ്നോസിസിലേക്ക് എത്താൻ വേണ്ടി? നമ്മളൊരു സസ്പെക്റ്റഡ് ഡയഗ്നോസിസ് അല്ലേ പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഫോർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ നമുക്കറിയാം നഴ്സസിന് അത് ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, റൈറ്റ്? സോ ഫോർ ദി പ്രിസ്ക്രിപ്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഓൾസോ ദ പേഴ്സൺ ക്യാൻ വിസിറ്റ് ദി ഡോക്ടർ എന്നുള്ള കാര്യം നമ്മൾ അഡ്വൈസ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ പോയിന്റ് ഒന്ന് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ വിത്ത് മീ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ, ജെയിംസ്? Oh, well, I can really understand that you might be pretty anxious about your situation, but nothing to be worried about because you are at the best facility. Moreover, I can tell you more about conjunctivitis, so it can be treated effectively and there will be no adverse effect on vision. Did you get my point, James? Okay. Moreover, I can advise you to visit the doctor for confirmation of diagnosis and for the prescribed need for antibiotics. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? ആർ യു ഫോളോയിങ് മൈ വേർഡ്സ്? അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൺഫേം ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ആ കീ വേർഡ് മാത്രമാണ് എഴുതുന്നത്, ബിലീവിങ് ദാറ്റ് യു പീപ്പിൾ ഓൾറെഡി നോ. ഓക്കെ, ആർ യു ഫോളോയിങ് മൈ വേർഡ്സ് എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ദിസ് ഈസ് ആർ ടാസ്ക് നമ്പർ 4. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? കൺഫേം പോസിബിലിറ്റി ഓഫ് കണ്ടേജിയസ്നെസ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ കണ്ടേജിയസ് ആണ്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി അവരോട് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സോ അപ്പോൾ കൺഫേം ചെയ്യുവാണ്. അപ്പോൾ അവരെന്തോ പറയുന്ന ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്ന പോലെ ആവാൻ ചാൻസസ് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഇത് സ്പ്രെഡ് ആവുമോ? യെസ്, അത് സ്പ്രെഡ് ആവും എന്ന് പറയുന്നൊരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ടാസ്കിനെ എടുക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കൺഫേം എന്ന് പറയുന്ന കീവേഡിന് മുന്നേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ടു മീ, ജെയിംസ്? അപ്പോഴാണ് ജെയിംസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇസ് ഇറ്റ് കണ്ടേജിയസ് ഓർ is there any likely chance of spread, Nas? Yes, I really appreciate your question, James. I can confirm the possibility of contagiousness of conjunctivitis. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? ഐ ക്യാൻ കൺഫേം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഐ ക്യാൻ കൺഫേം പോസിബിലിറ്റി ഓഫ് കണ്ടേജിയസ്നെസ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റിസ്, അല്ലെങ്കിൽ ഐ ക്യാൻ ടെൽ യു ദാറ്റ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കണ്ടേജിയസ്നെസ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയാം. അപ്പോൾ ഞാനത് കൺഫേം ചെയ്ത് പറയുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് വി ക്യാൻ ലിമിറ്റ് ദി സ്പ്രെഡ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ സ്പ്രെഡ് നമ്മൾ തടയുന്നത്? വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് വി ക്യാൻ ലിമിറ്റ് ദി സ്പ്രെഡ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ലിമിറ്റിംഗ് ദി സ്പ്രെഡ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഐ ക്യാൻ കൺഫേം ദി പോസിബിലിറ്റി ഓഫ് കണ്ടേജിയസ്നെസ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റിസ്, ബട്ട് ജസ്റ്റ് റിലാക്സ് ബിക്കോസ് വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് വി ക്യാൻ ലിമിറ്റ് ദി സ്പ്രെഡിങ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചോദിക്കുന്നു? വീണ്ടും പേഷ്യൻറ്റിനോട് ചോദിക്കണം അവർക്കത് ക്ലിയർ ആയോ അല്ലെങ്കിൽ അവരുണ്ടോ നമ്മളോടൊപ്പം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുന്നു. ഐ ഹോപ്പ് ഐ എം ക്ലിയർ സോ ഫാർ എന്നുള്ള കാര്യം നമുക്ക് അവിടെ കൺഫേം ചെയ്യാം. ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു കാര്യം കൂടി നമ്മൾ പറയുകയാണ്, എംഫസൈസ് ചെയ്യുകയാണ്. എംഫസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു, ഒരു കാര്യം എടുത്ത് പറയുന്നു. ലെറ്റ് മീ എംഫസൈസ് ദ നീഡ് ടു അവോയ്ഡ് കണ്ടാമിനേറ്റിംഗ് അതർ പീപ്പിൾ. അപ്പം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് പേഷ്യൻ്റ് ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്? അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പോവാം. Okay, alle? Am I clear so far? So, let me emphasize the need to avoid contaminating other people. For that, try to practice. I know that you are following a hygienic practices. ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയാണ് follow hygiene practice എന്ന് പറയുമ്പോൾ we are being judgmental there that the person is not following it. So it would be better if you go the other way. നമുക്ക് എങ്ങനെ പറയാം? I know that you are taking necessary precautions with the അല്ലെങ്കിൽ necessary you are following a strict hygiene practice. Try to focus a bit more on that to
to have strict hand washing and frequent linen change. This will definitely help you to manage the situation. എന്നും കൂടി നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. മനസ്സിലായോ? Emphasize need to avoid contaminating other people. I can emphasize, or let me emphasize the need to avoid contaminating other people. By following strict hygienic practices, I know that you are doing the same. So try to have strict hand washing and frequent linen change. Will you be able to follow these as well? എന്ന് നമുക്ക് അവിടെ പറയാം. Okay, that is reasonable. Question from you. Let me confirm the possibility of contagiousness of conjunctivitis. Okay, Anugraha, that's good. ഗുഡ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഇതിന് ശേഷം നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുവാണ് ടു അവോയ്ഡ് കണ്ടാമിനേറ്റിംഗ് അതർ പീപ്പിൾ. ബാക്കിയുള്ളവരെയും കണ്ടാമിനേറ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളവിടെ മെൻഷൻ ചെയ്തത്. ഹൈജീൻ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ മെൻഷൻ ചെയ്യാം? സ്ട്രിക്റ്റ് ഹാൻഡ് വാഷിംഗ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഹൈജീനിക് പ്രാക്ടീസസിൻ്റെ കാര്യം പറയുമ്പോൾ ട്രൈ ടു ഫോളോ ഹൈജീനിക് പ്രാക്ടീസസ് എന്ന് പറയാതെ ഐ നോ ദാറ്റ് യു ആർ ടേക്കിംഗ് നെസസറി പ്രിക്കോഷൻസ് റിഗാർഡിംഗ് ഹൈജീൻ, ബട്ട് ട്രൈ ടു ഫോക്കസ് മോർ ഓൺ സ്ട്രിക്റ്റ് ഹാൻഡ് വാഷിംഗ് ആൻഡ് ഫ്രീക്വൻറ്റ് ലെനിൻ ചേഞ്ച്, വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു മാനേജ് ദ സിറ്റുവേഷൻ. Okay. Yes, so it is important to follow our hygiene practices. I know that you might be following it. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നും കൂടി പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് സൗണ്ട് എ ബിറ്റ് ഓഫ് ലൈക്ക് ബീങ് ജഡ്ജ്മെൻറ്റൽ ദെയർ. സോ അത് നമുക്ക് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതിന് ശേഷം അവരത് ചെയ്യുമോ എന്നാണ് നമ്മളത് ഉറപ്പ് വരുത്തേണ്ടത്. സോ വിൽ യു ബി ഏബിൾ ടു ഫോളോ ദാറ്റ്? ഓക്കെ, നമുക്ക് എന്ത് ഉറപ്പ് വരുത്താം? അവരത് ചെയ്യുമല്ലോ. വിൽ യു ബി ഏബിൾ ടു ഫോളോ ദാറ്റ്? അത് നിങ്ങൾ ഫോളോ ചെയ്യുമല്ലോ. വിത്ത് യുവർ പെർമിഷൻ ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ദിസ് ഈസ് അവർ ടാസ്ക് നമ്പർ 5 ആൻഡ് വിച്ച് ഇസ് ദ കീ വേർഡ് ഗിവൻ ദെയർ? ഫൈൻഡ് ഔട്ട്. അഗൈൻ ഒരു കീവേഡ് ഏതാണ്? ഫൈൻഡ് ഔട്ട് എന്നൊരു കീവേഡ് വെച്ചിട്ടാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ഇഫ് പേഷ്യൻറ്റ് വെയർസ് കോൺടാക്ട് ലെൻസസ്. അപ്പം നമ്മളിനി ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്? കോൺടാക്ട് ലെൻസസ് പേഷ്യൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എൻ ഐ പ്രോബ്ലം അല്ലേ? അപ്പോൾ പേഷ്യൻറ്റ് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആളാണോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യാൻ പോവാണ്. Will you be able to follow that? Yes, good Anugraha. അപ്പോൾ കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുന്ന ആളാണോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഉറപ്പ് വരുത്താൻ പോകുന്നത്. സോ എങ്ങനെ ചോദിക്കുന്നു? ഫൈൻഡ് ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഫ് യു കുഡ് യു ക്യാൻ ജസ്റ്റ് സ്ട്രൈക്ക് ഓഫ് ദിസ് ഫൈൻഡ് ഔട്ട് ആൻഡ് യൂസ് എ ക്വസ്റ്റ്യൻ ഫ്രേസ് ഓവർ ദെയർ. മേ ഐ നോ ഇഫ്, ഈ പേഷ്യൻറ്റിന് പകരം എന്താകും? യു. മേ ഐ നോ ഇഫ് യു വെയർ അല്ലെങ്കിൽ ഇഫ് യു യൂസ് കോൺടാക്ട് ലെൻസസ് എന്ന് ചോദിക്കാം. ഓക്കെ, യെസ് ജെസ്സി. സോ മേ ഐ നോ ഇഫ് യു വെയർസ് എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താണ്? ഇഫ് യു വെയർ കോൺടാക്ട് ലെൻസസ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ലിയർ ആണോ? മേ ഐ നോ ഇഫ് യു വെയർ കോൺടാക്ട് ലെൻസസ്. അപ്പോൾ പേഷ്യൻ്റ് എന്താണ് ആക്ച്വലി കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. എംഫസൈസ് ചെയ്യുന്നു. എന്തോ ഒരു കാര്യം നമ്മൾ വീണ്ടും സ്ട്രെസ് ഔട്ട് ചെയ്ത് കൊടുക്കുവാണ് പേഷ്യൻറ്റ്. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? സോ ലെറ്റ് മീ എംഫസൈസ്. ഓക്കെ ജെയിംസ്, ഐ ഗോട്ട് എൻ ഐഡിയ. ലെറ്റ് മീ എംഫസൈസ് കോൺടാക്ട് ലെൻസസ് ആർ നോട്ട് ടു ബി വോൺ വിത്ത് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ നമ്മൾ പറയുവാണ് കൺജങ്ക്റ്റിവൈറ്റിസിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യാൻ പാടില്ല. മേ ഐ നോ ഇഫ് യു യൂസ് എനി കോൺടാക്ട് ലെൻസസ്. യെസ് ജിഷ, ദാറ്റ്സ് ഗുഡ്. ഇഫ് യു യൂസ് എനി കോൺടാക്ട് ലെൻസസ് എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ആ ഒരു സെൻറ്റൻസ് അതുപോലെ തന്നെ പോവുകയാണെങ്കിൽ ഇഫ് യു വെയർ കോൺടാക്ട് ലെൻസ് എന്ന് നമുക്ക് പറയാം. യൂസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു, കാരണം അവർ യൂസ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്ന ആളാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയുന്നു? ലെറ്റ് മീ എംഫസൈസ് കോൺടാക്ട് ലെൻസസ് ആർ നോട്ട് ടു ബി വോൺ വിത്ത് കൺജങ്ക്റ്റിവൈറ്റിസ്. യൂസ് ചെയ്യാൻ പാടില്ല അൺടിൽ എനി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നിടം വരെ, ട്രീറ്റ്മെൻറ്റ് മൊത്തം ഫിനിഷ് ആവുന്നിടം വരെ പേഷ്യൻ്റ് എന്ത് ചെയ്യാൻ പാടില്ല? കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് അതും കൂടി ഇവിടെ എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഐ ഹോപ്പ് യു പീപ്പിൾ ആർ വിത്ത് മീ. നമ്മൾ ആദ്യമേ എന്ത് ചോദിക്കുന്നു? മേ ഐ നോ ഇഫ് യു വെയർ കോൺടാക്ട് ലെൻസസ്. Well James, let me emphasize that contact lenses are not to be worn with conjunctivitis until any treatment completed. So will you be able to do that? അല്ലാന്നുണ്ടെങ്കിൽ സോ അവരത് ചെയ്യുമോ എന്നുള്ളതാണ്. ആർ യു വില്ലിംഗ് ടു ഫോളോ മൈ അഡ്വൈസ് എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ഓക്കെ, ആർ യു വില്ലിംഗ് ടു ഫോളോ മൈ അഡ്വൈസ് ഇഫ് ഇൻ കേസ് അവർ അത് യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആർ യു വില്ലിംഗ് ടു ഫോളോ മൈ അഡ്വൈസ്? വില്ലിംഗ് ടു ഫോളോ മൈ അഡ്വൈസ്. ഓക്കെ, സോ ആർ യു വില്ലിംഗ് ടു ഫോളോ മൈ അഡ്വൈസ് എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. നെക്സ്റ്റ് തിങ് എന്താണ്? ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. വി ആർ ഗോയിങ് ടു മേക്ക് സം റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് കാര്യങ്ങൾ. എന്താണ് പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റുന്നത്?
സിംറ്റം റിലീഫിന് വേണ്ടിയിട്ട്. സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഉണ്ട്, ഇറിറ്റേഷൻ ഉള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തു അല്ലേ. അപ്പോൾ ആ 2 സിംറ്റംസിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാൻ പോണേ? സോ ഐ ക്യാൻ റെക്കമെൻഡ് യു. സോ അതിന് മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇഫ് യു വോണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ദ യു മേ, ബിക്കോസ് നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മൾ ആ ലെങ്ത്തിൽ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്തു, ദെൻ വി മൂവ്ഡ് ഓൺ ടു ദി കളക്ടിങ് ഹിസ്റ്ററി, വി പോയിന്റ് ഔട്ട് വൺ തിങ്. അപ്പോൾ ഇതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഓക്കെ, ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ? ഓക്കെ, വേറെ എന്തെങ്കിലും അവർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാനുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചോദിക്കാണ്. ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് വീണ്ടും നമുക്ക് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. യു ഡോണ്ട് നീഡ് ടു വറി, ഐ ക്യാൻ മേക്ക് സം റെക്കമെൻഡേഷൻസ് ഫോർ ദി സിംറ്റം റിലീഫ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദി സിംറ്റം റിലീഫ്. ദാറ്റ് ഇസ്, ഇപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളൊരു കാര്യം, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ്. യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെയും പറയാം. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ്, സോ യു ക്യാൻ ഡു സർട്ടൻ തിങ്സ് ടു ഹാവ് എ സിംറ്റം അല്ലെങ്കിൽ ടു ഗെറ്റ് സിംറ്റം റിലീഫ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ക്ലീനിങ് ദി eyelids വിത്ത് വെറ്റ് ക്ലോത്ത് ആൻഡ് അപ്ലൈയിങ് cold or warm compresses several times daily. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് എന്താ പറയുന്നത്? ക്ലീനിങ് ഐലിഡ്സ് വിത്ത് വെറ്റ് ക്ലോത്ത്. ഫസ്റ്റ് തിങ് നമ്മൾ അതാണ് മെൻഷൻ ചെയ്യുന്നത്. അത് കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൾഡ് ആൻഡ് വാം കംപ്രസസ് സെവറൽ ടൈംസ് ഡെയിലി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ. ലെറ്റ് മീ റെക്കമെൻഡ് സം സിംറ്റം റിലീഫ്. യെസ് ജെസ, വെരി ഗുഡ്. So let me recommend, I would like to recommend some symptom relief to you. Firstly, you can clean your eyelids with wet cloth. Other than that, secondly, apply cold or warm compresses several times daily. എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യാം. ആ ഒരു സിംറ്റംസിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷനാണ് നമ്മളവിടെ വെക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺ. ഇനി പേഷ്യൻറ്റിന് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളവിടെ ചോദിക്കുന്നത്. ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ്. സോ വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് എന്ന് നമുക്ക് അവിടെ അതിന് ശേഷം എന്ത് ചെയ്യാം? ചോദിക്കാം. ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അല്ലേ. സോ അത് അവർ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അവിടെ ഉറപ്പ് വരുത്തണ്ടേ. സോ റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചോദിക്കാം? ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു എന്നുള്ള കാര്യം ചോദിക്കാം. അത് അവർക്ക് ഓക്കെ ആണോ? അവരത് ചെയ്യുമോ? ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു എന്നുള്ള കാര്യം ചോദിക്കാം. ബിക്കോസ് ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ല നമ്മൾ സീക്ക് ചെയ്യേണ്ടത്. അവിടെ നമ്മളൊരു സജഷൻ ഫ്രേസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞു കൊടുത്തതിന് ശേഷമുള്ള ഫ്രേസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ എന്ത് ചോദിക്കുന്നു? ഫൈൻഡ് ഔട്ട് എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺ. ഇനി അവർക്ക് വേറെ ഇത് കൂടാതെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്നും കൂടി ചോദിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? Well, I really appreciate you for asking this question. അല്ലെങ്കിൽ എന്താണ്? I can really understand your concern. I can recommend some symptom relief for you. Firstly, you can clean the eyelids with wet cloth. Other than that, you can apply cold or warm compresses several times a day. So is it okay with you? Well, James, so thank you for listening to my words. So do you have any further questions to me? ഇനി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവുകയാണ്. വി ആർ മൂവിങ് ഓൺ ടു ദി കൺക്ലൂഷൻ. അപ്പോൾ പേഷ്യൻറ്റ് ക്ലിനിക്കിലേക്ക് വന്നു, നിങ്ങളെ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ്, അല്ലെങ്കിൽ ഐ ബിലീവ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ്. ദെൻ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ വേണം. ഇസ് ദർ എനിത്തിങ് എൽസ് സ്റ്റിൽ കൺസേണിങ് യു? എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യണം. ഡോക്ടറിനെ മീറ്റ് ചെയ്തോ? ദ പേഴ്സൺ ഹാവൻറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? സോ ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെൻറ്റ്. ഐ വിൽ make the arrangement for the consultation. I will make the arrangement for the consultation. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് പറയാം? സമയം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ for the consultation. So meanwhile, I can summarize what we have been discussing about your condition. That is, after the examination and the history, I suspect that you have conjunctivitis. I gave you an explanation regarding this എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ലീഡ് ചെയ്ത് പോവാം. ഓക്കെ ആണോ?
I believe that it is clear. So we were having a conversation based on a setting that is a clinic. I told you എന്തുകൊണ്ടാണ് ഈ ഒരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ നമ്മളൊരു സിനാരിയോ പ്രോപ്പർലി വായിച്ചു, കേസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസായിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ എന്താ ചെയ്യേണ്ടത്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആസ്ക് ദ പേഷ്യൻസ് നെയിം, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്തത്? എല്ലാ ടാസ്കിനും റീഅഷുറൻസ് ആൻഡ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കണോ മാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീരേഖ, ഇപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, ഒരു പ്രോപ്പർ IPR മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു റാപ്പോ ആവുന്നത് അവർക്ക് റീഅഷുറൻസ് കൊടുക്കുമ്പോഴാണ്, ഓരോ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും പേഷ്യൻ്റ് വിൽ ബി ആൻഷ്യസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിനെ അഷുർ ചെയ്യുന്നു. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ്? കാരണം നമ്മുടെ ക്രൈറ്റീരിയയിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ചെക്ക് വെദർ ദീസ് ഇൻഫർമേഷൻ ഈസ് ബീങ് അണ്ടർസ്റ്റുഡ്. അത് അവർക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ഓരോ ടാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടാസ്ക്കാണ് അല്ലേ. ഇതിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മോണലോഗ് ആകും. അതിൻ്റെ ഇടയിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യം കൂടി പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മോണലോഗ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ടാസ്ക് ആസ് എ ഹോൾ ഓർഗനൈസ്ഡ് ആകും. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ആ രീതിയിൽ പോകുന്ന കാര്യം പറഞ്ഞത്. ഓക്കെ, ശ്രീരേഖയ്ക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കേസ് ഐഡൻറ്റിഫൈ ചെയ്തു. പേഷ്യൻ്റ് നെയിം പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ചോദിക്കുക. ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി ക്യാരിങ് ഔട്ട് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വിത്തൗട്ട് ഇൻട്രൊഡക്ഷന് നോ ഇൻട്രൊഡക്ഷൻ റിക്വയർഡ്, വിൽ ബി ജസ്റ്റ് മൂവിങ് ഓൺ വിത്ത് ദ കേസ്. താങ്ക് യു ഫോർ അലവിങ് മീ ടു എക്സാമിൻ യു എന്ന് പറയുന്നു. സൂൺ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു സസ്പെക്റ്റ് ഇപ്പോഴേ പറയണ്ട, കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് യു സസ്പെക്ട് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയണ്ട. അവിടെ അതിന് മുന്നേ എന്ത് ചെയ്യാം? ഹിസ്റ്ററിയിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് ടാസ്ക് ഇസ് ഹിസ്റ്ററി കളക്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടിൻ്റെയും ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സൂൺ ആഫ്റ്റർ ദാറ്റ് എന്താണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൺജങ്ക്റ്റിവൈറ്റിസിനെ പറ്റിയിട്ട് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റീഅഷുർ ചെയ്യുന്നുണ്ട്, ബിക്കോസ് ദ പേഴ്സൺ ഇസ് ആൻഷ്യസ്. പിന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് സീക്കിംഗ് മെഡിക്കൽ ഹെൽപ്പ്. അതർ ദാൻ ദാറ്റ് കൺഫേം ചെയ്യുന്നുണ്ട് കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണ്? കണ്ടേജിയസ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണെന്ന് പറയുന്നുണ്ട്. മോറോവർ ഇത് കണ്ടാമിനേറ്റ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കോൺടാക്ട് ലെൻസിനെ പറ്റി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് അവോയ്ഡ് ചെയ്യണം. അത് നമ്മൾ മെൻഷൻ ചെയ്തു. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ എന്ത് ചെയ്തു? സിംറ്റം റിലീഫും കൂടി പറഞ്ഞു കൊടുത്തു. പേഷ്യൻറ്റിനോട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺഫേം ചെയ്തു. ടുവേർഡ്സ് ദി എൻഡ് നമ്മൾ ടാസ്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എല്ലാം അഡ്രസ്സ് ചെയ്തു എന്നുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നു. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഡോക്ടറെ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൺസൾട്ടേഷനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ ഇൻഫർമേഷൻ പേഷ്യൻറ്റിന് ഷെയർ ചെയ്യണോ റിഗാർഡിങ് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ പോയിന്റ് ജെസ്സി. നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിയിട്ട് ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? ജെസ്സി ഒന്നും കൂടി ക്ലിയർ ആക്കുമോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഐ ബിലീവ് ദാറ്റ് ദിസ് റോൾ പ്ലേ കാർഡ് ഇസ് ക്ലിയർ ടു യു. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഔട്ടർ നോളജ് ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ അത് വേണമെന്നില്ലെന്നാണ് എൻ്റെ ഒരു സജഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്കറിയാവുന്ന ഇൻഫർമേഷനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഓൺ ടൈം ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഈ ടാസ്കിൻ്റെ ലെങ്ത് ഞാനിപ്പോൾ ഒരു ഒറ്റ സ്ലൈഡിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സ്വന്തം ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഓൾസോ റിക്വയർഡ്. ബിക്കോസ് വാട്ട് എവർ ഇൻഫർമേഷൻ യു ആർ ഗെറ്റിംഗ് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി റോൾ പ്ലേ കാർഡ് ഇറ്റ് സെൽഫ്, റൈറ്റ്? So when you tend to add things from your side, what happens is you won't be getting time to finish off the task. നമുക്ക് കറക്റ്റ് ടൈമിൽ പറഞ്ഞ് നിർത്താൻ പറ്റണമെന്നില്ല. അതുകൂടാതെ ഇതൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാക്സിമം ഈ പോയിന്റിൽ ടാസ്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ബെറ്റർ. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോയിന്റ് ആ സമയത്ത് ഇപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് സമയമുള്ളപ്പോൾ നമ്മൾ ചിന്തിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് കൂടുതൽ ഹമ്മിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഫ്ലോ ഓഫ് സ്പീച്ചിനെ അഫക്റ്റ് ചെയ്യും. അതിനേക്കാളും ബെറ്റർ ഐ വുഡ് പ്രിഫർ യു പീപ്പിൾ ഗോയിങ് വിത്ത് ദി
സമ്മറൈസിങ് പാർട്ട് ഇറ്റ് സെൽഫ്. ബിക്കോസ് അവിടെ തന്നെ ഉള്ളത് കാരണം ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ കോൺവേഴ്സ് ചെയ്യും. ബിക്കോസ് വെൻ യു ടെൻ ടു തിങ്ക് ഇൻ സ്പീക്ക്, ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഹമ്മിങ് ഇൻ ബിറ്റ്വീൻ. സോ വിച്ച് ഓൾസോ ഗിവ് ആൻ ഇൻഡിക്കേഷൻ ടു വേർഡ് സെർച്ച്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ അതല്ല, ഇൻഫർമേഷൻ ഒരുപാട് സമയം ബാക്കിയുണ്ട്, ഇൻഫർമേഷൻ കുറച്ചും കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ യു മേ ആഡ്. ബട്ട് ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ഇതൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലല്ലോ, നമ്മുടെ ലാംഗ്വേജ് പ്രൊഫീഷ്യൻസിയാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് വുഡ് ബി ബെറ്റർ. Okay, so thank you so much guys. I hope that was your question, Jessie. Thank you so much for listening to me, and so I felt really happy that you people were with me throughout the discussion. ഒരുപാട് റെസ്പോൺസസ് കിട്ടുന്നുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് വിത്ത് ദാറ്റ്. ഈ ഒരു കാർഡ് ഒരു 5 minutes ടൈമർ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കണം. ദാറ്റ് ഇസ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. ആൻഡ് എപ്പോൾ പ്രാക്ടീസ് ചെയ്താലും ഞാൻ പറയുന്ന പോലെ തന്നെ ടൈമർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. വിൽ ബി മീറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഓൺ Monday. Thank you so much. Thank you. Take care.